എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. LPSC UPSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 അല്ലെ? എല്ലാവരും അപേക്ഷിച്ചോ? പക്ഷെ കുറച്ചു പേര് അപേക്ഷിക്കാതെ അവസാന നിമിഷത്തേക്ക് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവര് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവസാന നിമിഷത്തേക്ക് വെക്കരുത്. എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തേക്ക് വെക്കരുത് എന്ന് പറയുന്നതിന്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ LDC അപേക്ഷിക്കുമ്പോൾ കണ്ടതാണ്, അവസാന ദിവസം 2 ദിവസം സെർവർ ഭയങ്കര ഡൗൺ ആയിരുന്നു. നമുക്ക് നമ്മുടെ തുളസി പോർട്ടലിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ PSC അത് 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. 2 ദിവസം അധികം നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു. അപ്ലൈ ചെയ്യാത്തവർക്കായിട്ട് ഒരു അവസരം കൊടുത്തു. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ഹാങ് ആകുന്നതിന് മുൻപ് തന്നെ അവസാന നിമിഷത്തേക്ക് വെക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. നേരത്തെ തന്നെ വളരെ സമാധാനപരമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറെ പേരൊക്കെ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് 10 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ടാവും. ഫോട്ടോയില് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവര് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യാനോ അതിലെ ഡേറ്റ് പഴയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വരിക. അപ്പൊ എന്താണ്, ഈ ഫോട്ടോ നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ അവസാന ദിവസത്തേക്ക് വെക്കുമ്പോൾ എന്താണ്, ഫോട്ടോ പുതിയത് അപ്ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അതിനൊരു സമയം എടുക്കും അല്ലെ? ഫോട്ടോ പുതിയത് എടുത്ത് അത് വീണ്ടും പ്രൊഫൈലിൽ കയറ്റി എന്നിട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതും ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഓൾറെഡി റിസർവേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്യും. ജനറൽ അല്ല, നിങ്ങൾ റിസർവേഷൻ ആണ്. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, OBCയോ അല്ലെങ്കിൽ LCയോ ഏതാണ് നിങ്ങളുടെ റിസർവേഷൻ എന്നുള്ളത് നിങ്ങൾ അവിടെ കൊടുക്കും അല്ലെ? പക്ഷെ അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ ക്ലിയർ ആണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. അതായത് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ആ ഒരു റിസർവേഷനുള്ള അതെന്താണോ റിസർവേഷന് പറയുന്ന എലിജിബിലിറ്റി എല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലാതെ നിങ്ങളിപ്പോ മുസ്ലിം കാറ്റഗറിയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ അല്ലെങ്കിൽ EWS ഒക്കെയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളത് വെച്ച് അപ്ലൈ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ ഒരു റിസർവേഷനുള്ള എലിജിബിലിറ്റി എല്ലാം നിങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുക. ആ റിസർവേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ എലിജിബിലിറ്റിയും നിങ്ങൾക്ക് ഉണ്ട് എന്ന് കൺഫേം ചെയ്യുക. പക്ഷെ ഒരിക്കലും ആ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വേണമെന്നില്ല. ഇപ്പൊ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആണ് എങ്കിൽ അത് നിങ്ങൾ ഇപ്പോഴേ വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. പക്ഷെ അതിന് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേ എലിജിബിൾ ആണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു LPSC UPSC അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കും അല്ലെ? ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഏത് ക്വാളിഫിക്കേഷൻ ബേസിലാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു 30ഓളം ലിസ്റ്റാണ് വരിക. 10th പ്ലസ് TTC, 10th പ്ലസ് TTC പ്ലസ് KTET അങ്ങനെ പറഞ്ഞ് ഒരുപാട് ക്രൈറ്റീരിയ ഇങ്ങനെ താഴേക്ക് നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് B.Ed പ്ലസ് സെറ്റ്, നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണ് എങ്കിൽ B.Ed പ്ലസ് നെറ്റ്, MPhil ഉള്ളവരാണെന്നുണ്ടെങ്കിൽ B.Ed പ്ലസ് MPhil. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം, ഇതിൽ ഏത് ഇക്വാലൻസി വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് എന്ന്. ശരിക്കും അതൊരു 30ഓളം ലിസ്റ്റാണ് വന്ന് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലര് B.Ed അതുപോലെ തന്നെ സെറ്റും ഉള്ളവരായിരിക്കാം. അപ്പോൾ ഓൾറെഡി K2 ഉണ്ട്, K3 ഉണ്ട്, സെറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് എലിജിബിലിറ്റി വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം അത് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ആവും. കാരണം അവിടെ ചോദിക്കുന്നുണ്ട് B.Ed പ്ലസ് KTET ചോദിക്കുന്നുണ്ട്, B.Ed പ്ലസ് സെറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ധൃതി പിടിച്ച് അവസാന ദിവസമല്ലേ ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സമാധാനമായിട്ട് നോക്കണം. ഈ 30 ലിസ്റ്റും എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ധൃതി പിടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ചെയ്തു വെക്കുകയാണ് നല്ലത്.
കാരണം അവസാന നിമിഷത്തേക്ക് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ എന്താണ് തെറ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 28-ാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. 31-ാം തീയതിക്കൊന്നും വെക്കണ്ട. വളരെ സമാധാനമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു കഫേയിലോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ പിടിച്ചിരുത്തി നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. SQ ബാച്ചാണ്. ഇനി പഠിച്ചു തുടങ്ങാത്തവർക്കുള്ള പുതിയൊരു ബാച്ചാണ്. അതായത് നമ്മൾ ഇനിയുള്ളൊരു സമയം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 6 മാസത്തിൻ്റെ അടുത്തുണ്ട്. ആ ഒരു സമയം വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ചാണ് SQ ബാച്ചുകൾ. അപ്പോൾ SQ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ LPSC UPSC പരീക്ഷകൾക്കായിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾക്കും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്